നമസ്കാരം. ലൈറ്റ് ഇടുക, ആരാ ഇടുന്നില്ല? നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കുറച്ച് നാല് ശേഷം വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയാ, ഇനി നമുക്ക് വീട്ടില് ആരൊക്കെ വരും? അപ്പൊ നമ്മുടെ വീട്ടിലെ ഇന്ന് ഗസ്റ്റ് ആണ്. ഗസ്റ്റ് മീൻസ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ. പണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഫോട്ടോഗ്രാഫറും ആണ്. അപ്പൊ ഫ്രണ്ടും ആണ്, ഫോട്ടോഗ്രാഫറും ആണ്, സബ്സ്ക്രൈബറും എല്ലാം. പേരെന്ന് പറഞ്ഞേ? സാഫി. അപ്പൊ സാഫിക്ക് ഉമ്മി, സിസ്റ്റർ, വേറെ ഉമ്മി, സാഫി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് പക്ഷെ ഫുഡ് എവിടത്തെ കാര്യോ ഫുഡ് ഇന്ന് അവിടെ തൃശ്ശൂരിൽ ഉണ്ടാക്കിട്ട് വരുന്നുണ്ട്. ബിരിയാണി. അയാൾക്ക് തോന്നി ബിരിയാണി. കാരണം ഇന്ന് നമ്മൾ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷമായി വിളിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞത് ഞങ്ങൾ പ്രിയുമ്പോൾ അവർ പ്രിയല്ല. മെയിനായിട്ട് നമ്മുടെ ഷാഫി ഫോട്ടോഗ്രാഫിങ് ആയതുകൊണ്ട് വെഡിങ് സീസൺ ആയതുകൊണ്ട് ഇതുണ്ടാവും. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ ഈ സൺഡേ ഫ്രീ ആയിരുന്നു. പക്ഷെ സാഹചര്യം കൊണ്ട് നമ്മൾ വിചാരിക്കണം നടക്കൂലല്ലോ. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോ ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഞാൻ രാവിലെ പറഞ്ഞു ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവര് ആൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ നോയമ്പല്ല. അപ്പൊ നോമ്പ് തുറ കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യമാണ് സങ്കടമുണ്ട്. ഉമ്മയ്ക്ക് സങ്കടമുണ്ട്. നമുക്ക് പറഞ്ഞ എല്ലാത്തിൻ്റെ എപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രിയമ്മ അവർ പ്രിയല്ല, അവർ പ്രിയമ്മ നമ്മൾ പ്രിയല്ല. അതാണ് ഏറ്റവും പ്രശ്നം. പക്ഷെ നമുക്ക് അവിടെ ചെല്ലും പറഞ്ഞിട്ട് പിന്നെ ഫുഡ് എല്ലാം റെഡി ആക്കി വെക്കും അല്ലേ അമ്മേ? അപ്പൊ നമുക്ക് ചെല്ലാതാവുമ്പോ ഒരു വിഷമം. നമുക്ക് അടുത്ത ഫ്രീ സമയത്ത് നമുക്ക് പോവാം. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ആണ്. എല്ലാവർക്കും എന്താ വിശേഷം? സുഖാണ്. നമുക്ക് എല്ലാവരും വീട്ടില് സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പൊ മെയിനായിട്ട് ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ ഡ്രൈവർമാർ ക്ഷാമായിരുന്നു. അന്ന് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽ. കാരണം എല്ലാ ഡ്രൈവറും ബിസി ആയിപ്പോയി. അതാണ് ഒരു പ്രശ്നമായി പോയെ. ഞാൻ വണ്ടി പഠിക്കാം. നിങ്ങൾ ചോദിക്കാമെന്നാണ് എനിക്ക് മനസ്സിലായി. ഞാൻ വണ്ടി പഠിക്കാം. ഞാൻ ഈ മാസം പഠിക്കാന്ന് വിചാരിച്ചാ. അല്ല, അപ്പൊ ഞാൻ ഈ പ്രാവശ്യം പഠിക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ ഓരോ കാര്യങ്ങളും ഓട്ടായിപ്പോ. എനിക്ക് ഇവിടെ വെറുതെ ഇരിക്കുന്നില്ല. പൂക്കുട്ടൻ എന്തെങ്കിലും കാര്യത്തിൽ ഓട്ടത്തിലായിരിക്കും. അതാണ് പ്രശ്നം. ഉമ്മി എത്തി. വാ പോയി നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. അയ്യോ വരന് പറ്റില്ലല്ലോ. പാവക്കുട്ടി ചക്കരമുത്ത്. അതാ രാജേണ്ണ അറിയോ? പറ ആരാ? ഇത് എന്താണ് മേടിക്കണേ? ഇത് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്ന എന്താണ്? അപ്പൊ ഡെയിലി കൊണ്ട് വരണോട്ടോ കേട്ടോ. ഫോട്ടോയില് വരുമ്പോ ഡെയിലി ഇങ്ങനെ ചടങ്ങ് വേണോ എനക്ക്? വയോ ഞാനൊരു ചെമ്പ് പ്രതീക്ഷിച്ചു. എന്താ പറയാനുള്ളത്? കുളിച്ച് സുന്ദരക്കുട്ടിയൊക്കെ ആയിട്ടിരുന്നു. നമ്മുടെ ഉച്ചയ്ക്ക് പോകണമെന്നും പറഞ്ഞോണ്ടിരുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങണോന്ന് വെച്ചാണ് വന്നിട്ട്. അതെ അതെ അതെ. കലാകാരി. അപ്പൊ നമ്മുടെ സാഫിക്ക് ഉമ്മിക്ക് ഉമ്മിയാണോ? ഉപ്പാക്ക് ഉമ്മ. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാം കാണും ഉമ്മയും. അത് തന്നെ. അത് ഞാൻ വിചാരിച്ച് വലിയ ചെമ്പിലൊക്കെ ബിരിയാണി തികയോന്നറിയില്ല. തികയോന്നറിയില്ല. അതാണ് ഞാനത് പ്രതീക്ഷിച്ച. നമ്മള് വരണില്ലെന്നുണ്ടേ ഇവനെ കാരണം ചീത്ത പറയണം ഉമ്മ. അപ്പൊ നമുക്ക് എല്ലാം റെഡി ആയി നിക്കാം. അപ്പത്തും പോവാം. എനിക്ക് ആ ഫുഡ് ഉണ്ടാക്കണതാണ് ഇഷ്ടം. ഞാനൊക്കെ തിന്നാണ് ഇഷ്ടം. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം എന്താ അറിയാം.
ആ ചായ കൊടുക്ക്. ചായ ഓ ഇത് ലൈം ജ്യൂസ് ഒന്നും വേണം. ഓപ്പൺ ചെയ്യട്ടെ ഓപ്പൺ ചെയ്തു. ദം പൊട്ടിക്കട്ടെ. മണം. ഉയ്യോ. ദേ, എടാ നീ പറഞ്ഞപ്പോ പ്രതീക്ഷയില്ലട്ടോ. മണം. അമ്മ അലീനെ പോടി വരും. അത് ഇത്ര വെയിറ്റ് ചെയ്യായിരുന്നു. അലിനൊക്കെ കൊടുക്ക്. മണം. കർത്താവ്. മസാല പൊടിക്കാണ്. അടിപൊളി ഒരു രക്ഷയില്ല. എനിക്ക് ഇത് ബിരിയാണി കണ്ടപ്പോ കൊതിയായി വയ്യ. അപ്പൊ വെയിറ്റ് ചെയ്യുന്ന പറ്റൂല. അല്ല സത്യം അടിപൊളിയാണ്. ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. നമുക്ക് വീട്ടിൽ ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കൂലല്ലോ. അടിപൊളിയുണ്ട്. ആ സുഖമായിട്ട് അമ്മ ബിരിയാണി കഴിക്കും. നല്ല പോളിംഗ് നടക്കുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞേ. അവള് നേരത്തെ നിങ്ങൾ വരുന്ന സമയത്ത് പറഞ്ഞേ അവിടുന്ന് ബിരിയാണി കഴിച്ച് വയറിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താണ് വേണേ? എത്രാമത്തെ പ്ലേറ്റ് ആയി? 2. ആകപ്പാടെ ഇത്തിരി കുഞ്ഞ് കലത്തി കൊണ്ടതുണ്ടാവോ അത്? അവിടെ നമുക്ക് ഉമ്മിയും 2 ഉമ്മിയും ഫോണുണ്ടോ, സാവിയും ഫോണുണ്ടോ. ഞാൻ ബിരിയാണി കഴിച്ചോ, ഔഷധിയായി 2 പേഴ്സൺ ബിരിയാണി കഴിച്ചോ. അമ്മ അപ്പു കഴിച്ചില്ല, എനിക്ക് ഞാനും കൊച്ച കഴിച്ച. ശരിക്കും അടിപൊളി ബിരിയാണി കേട്ടോ. പല പല ബിരിയാണി വെച്ച് നല്ല ടേസ്റ്റ്. നമുക്ക് ഇവിടുത്തെ ബിരിയാണി കൊള്ളില്ല. അത് വെള്ളം വെള്ളം കൂടി കോരി വയ്ക്കുമ്പോ തീരും. അതാ അമ്മേനെ കുറ്റം ഞാൻ പറയും അല്ല തന്നെ. ആ ചോറ് റൈസ് എന്തു റൈസ് വെന്തൂല. പക്ഷെ നമ്മുടെ മസാല വേറെ ആണ്. അപ്പൊ നമുക്ക് ശരിക്കും അപ്പൊ പോണ സമയായി. അപ്പൊ നമുക്ക് തിരിച്ച് ഈ പാത്രം എനിക്ക് കൊടുക്കുന്ന ഒന്നുമില്ല. ഇപ്പൊ തൽക്കാലം ഞാൻ ചക്ക കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞത്തെ സ്റ്റോക്കല്ലേ? അതെന്താ ഇത് ഫ്രഷ് ആണ്. ഇത് ഫ്രഷ് ആണ്. ഇന്നലെ ക്ലീൻ അത് ഫ്രീസറിൽ വെച്ചിട്ടാ. അവിടെ ചക്ക ഉണ്ടോ വീട്ടില്? ചക്ക ഇല്ലല്ലേ? എന്റെ പ്ലാവില് ചക്ക വന്നാലും ഞാൻ കൊണ്ടാക്കി തരാട്ടോ. ഇന്നലെ വെച്ചോളൂ പ്ലാവ്, അതിന് ചക്ക കൊണ്ട് തരാണ്. ഇത് ബഡ് ആണല്ലോ, പെട്ടിന് വരും. വേണ്ട പൊന്നോ. അപ്പൊ ഉമ്മിക്ക് ലൈറ്റ് കാണിച്ചു. ഭയങ്കര ഇതാണ്. എന്താ രാവിലെ രാവിലെ ആയിട്ടുണ്ടെങ്കിലില്ല അപ്പുച്ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞ ചോയ്ക്ക്. അപ്പുച്ചേട്ടന്റെ ഒരു ഇതാണ് സഫിക്ക്. എന്താ സംഭവം പറ. സംഭവം എന്താണെന്ന് എക്സാമ്പിൾ പറ. അത്ര ഇഷ്ടമാണ് ശരിക്കും. സഫിന മനസ്സിലാക്കും. എനക്ക് തോന്നി സാവിക അപ്പുച്ചേട്ടന്റെ പേടിയാണ്. അല്ല എന്താ അങ്ങനെ പറയണ? ഭയങ്കര ഇഷ്ടമാണ് സഫിക്ക്. എന്താന്ന് എനിക്കറിയില്ല. അല്ല എന്ത് കാര്യം അപ്പുച്ചേട്ടൻ ശരിക്കും മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. അതെ അത് ശരിയായിട്ട്. രാത്രി 2 പേർക്ക് ഭയങ്കര വർത്തമാനാണ്. ബൈ. എന്താ പറഞ്ഞ? സന്തോഷമായ സാഡായോ? ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് ഉമ്മി വന്നായിരുന്നല്ലോ, നമ്മുടെ ഫ്രണ്ടിക്ക് അമ്മ ഉമ്മി വന്നായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് അവിടെ ഉമ്മിക്ക് വീട്ടിൽ പോവാം, അവിടെ കണ്ടിട്ട് വരാം വിചാരിച്ചു. പിന്നെ നമ്മുടെ ഉമ്മിയും വീണാനും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സാഫി പറഞ്ഞു ഇന്ന് സ്റ്റെപ്പില് വീണോ, അപ്പൊ കാലിക്ക് എന്താ വയ്യ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്നാലും ഇന്ന് പോവാൻ പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ ഉമ്മിക്ക് പറഞ്ഞിട്ടില്ലേ, ഉമ്മിക്ക് അറിയില്ലേ. അപ്പൊ നമുക്ക് പോവാ. ഇന്ന് പോയി പിന്നെ അവിടെ ഇപ്പൊ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഫാസ്റ്റിംഗ് ആണല്ലോ. ഫാസ്റ്റിംഗ് വൈകുന്നേരം 6 മണിയല്ലേ ഇത് ചെയ്യും. അത് കറക്റ്റ് എനിക്ക് അറിയില്ലേ. നോമ്പുത്തുറ അങ്ങനെ നമുക്ക് എനക്ക് പറയുന്നത് കറക്റ്റ് അറിയില്ല. അപ്പൊ അതും എനക്കും കാണാനും ആഗ്രഹമുണ്ട്, അമ്മക്കും കാണാനും അങ്ങനെ ആഗ്രഹമുണ്ട് പറയാം. അപ്പൊ നമുക്ക് പോയി നോക്കാം ഇങ്ങനെ ഉണ്ടോ, നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ പോയി നോക്കാം. അപ്പൊ ഇത് നമുക്ക് ഉമ്മിക്ക് സർപ്രൈസും ആയിക്കോട്ടെ.
പിന്നെ വേറെ ഒരു ലാസ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരാനുള്ള കഷ്ടപ്പാട് നമുക്ക് പോകാൻ വിചാരിച്ച പോകാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പോൾ ഇന്ന് ഞാനും പോകുമ്പോൾ ഉമ്മിയും സാഫി എല്ലാവർക്കും വേണ്ടി കപ്പ അരച്ചി ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ എൻ്റെ ഈ വീട്ടിൽ നമുക്ക് പല പല വെറൈറ്റീസ് ഉണ്ടാക്കുന്ന അറിയില്ലേ. അപ്പൊ നമുക്ക് ഇത് കപ്പ കുറച്ച് സ്പെഷ്യൽ നമുക്ക് അങ്കമലി ബിരിയാണി അങ്ങനെ നമുക്ക് സിമ്പിൾ ബിരിയാണി ഉണ്ടാക്കും. പക്ഷെ ഈ മുസ്ലിം ആൾക്കാർക്ക് നല്ല അടിപൊളി ബിരിയാണി ആണല്ലോ. നമുക്ക് ആ ആൾക്കാർക്ക് മാതിരി ടേസ്റ്റ് നമ്മുടെ ബിരിയാണിയിൽ കിട്ടൂല, ആ രുചി കിട്ടൂല, ആ മസാല കിട്ടൂല. അത് കാരണം ഞാൻ വിചാരിച്ച കപ്പ അടിച്ച് ഇന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കപ്പ ഉണ്ടാക്കി കപ്പ അടിച്ച് വേഗം വേഗം ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ പോയി കൊടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ ഈ കപ്പ അരച്ചിക്ക് റെസിപ്പി സെഫ് ഞാൻ അല്ല അപ്പുക്കുട്ടാണ്. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പുക്കുട്ടാക്ക് കപ്പ അരച്ചിക്ക് കോപ്പി ചെയ്ത് ഞാൻ ഉണ്ടാക്കാം ഇന്ന്. അപ്പോൾ ഓൾറെഡി ഈ കപ്പക്ക് റെസിപ്പി ഓൾറെഡി നമുക്ക് കാണിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് താഴെ ലിങ്ക് കൊടുക്കാം. അപ്പൊ താല്പര്യം ആൾക്കാർക്ക് പോയി നോക്കാം. കപ്പ ഉണ്ടാക്കുന്നത് ആരൊക്കെ അറിയില്ല, എല്ലാവർക്കും അറിയാതെ എന്നാലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 കിലോ അരച്ചിയാണ് കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പ നന്നായിട്ട് കഴിക്കുന്നു. അപ്പൊ ഇതിൽ ഞാൻ മസാല പൊടികളൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് വേവിക്കാം. അപ്പൊ പിന്നെ അടുത്ത സൈഡിൽ കപ്പം വേവിക്കാം. ബിരിയാണി ഈസ് റെഡി. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം, പിന്നെ പോവാട്ടോ. അപ്പൊ നമുക്ക് എല്ലാം റെഡിയായി വേഗം വേഗം പോകുന്ന കാരണം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എത്തുന്ന സമയം എടുക്കും. അത് കാരണം എല്ലാവരും അമ്മാൻ ജോലിയിൽ വന്നു. പിള്ളേർ 2 പിള്ളേരും ഉണ്ട്, ഡ്യൂട്ടി പോയി വന്നാണല്ലോ. അപ്പൊ 2 പിള്ളേരും ഉണ്ട് എൻ്റെ കൂടെ. അടയിലൊക്കെ വൈകിട്ട് വരുമ്പോൾ നമുക്ക് അടയിലൊക്കെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. അല്ലേ കൊച്ചേ? ഹലോ, ഉമ്മീനെ കാണാ അമ്മച്ചിയെ ജാടക്കാരി എവിടെ പോയാലും ജാടക്കാരി. ഉമ്മി എത്ര നെട്ടും അല്ലേ ഉമ്മയാ? അവധി നമുക്ക് പോവാട്ടോ. എത്തും, ഇപ്പൊ എത്തും. പറയണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു നാക്കുണ്ട് പോണേനൊക്കെ. ഇവൻ പറ്റിക്കും മിക്കാറും. ഉമ്മ പേടിയാ അടുക്കളയിൽ കിച്ചണിലുണ്ടാവല്ലോ. ഓക്കെ. നമുക്ക് വരും. ഇല്ല അറിയാണോ? മേക്കപ്പ് ഇട്ടാത്തോണ്ടാ? മേക്കപ്പ് ഇടാത്തോണ്ടല്ലേ ഉമ്മ വീണെന്ന് പറഞ്ഞ്. അതെ, ഇങ്ങനെ വീണ ചോദിക്കുട്ടിയെ അതെന്താ കാണാൻ വെച്ചേക്കണാണാ? കയ്യിലെടുത്ത് കൊടുക്ക്. അന്റെ അവളുണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കി. പക്ഷെ ഇങ്ങനെ ഉണ്ടാ അറിയില്ല. ചക്ക കപ്പ അടിച്ച് ഇത്
ഇത് മറ്റേ ഓരോട് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നേക്കണേക്കാണ് മക്കളെ. ചിരിക്കാൻ പറ്റുന്നത് എന്താണോ? പറഞ്ഞ അല്ല വീട്ടിൽ വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഒരുങ്ങിട്ട് സുന്ദരിയായിട്ട് വന്നു മേക്കപ്പ് ഇട്ട് ഇപ്പൊ വീഡിയോ വരാൻ മടി ഇത് ഫസ്റ്റ് ശരിക്കും ഫസ്റ്റ് ടൈം നമുക്ക് ഇതുവരെ നമുക്ക് കൂടിയിട്ടില്ല. അപ്പൊ ഇന്ന് നമുക്ക് കൂടാം. ഓക്കെ ഇപ്പൊ കഴിക്കല്ലട്ടാ ഇപ്പൊ കഴിക്കല്ലട്ടാ. ഓ ഈ പള്ളിയില് പ്രാർത്ഥിക്കുമ്പോ ഇത് ചെയ്യുന്നു. ചുന്തരി വിളിക്കണേ. ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പൊ ഞാനൊക്കെ തിന്നുമ്പോ സന്തോഷം. തിന്നാനെ കിട്ടുമ്പോ ഇല്ല ശരിക്കും നമുക്ക് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനത്തെ നമുക്ക് കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ്. അല്ല ഈ ഷാപ്പിനെ നമ്മളിങ്ങനെ കണ്ടുപിട്ടിയത് കണ്ടുമുട്ടി ഇങ്ങനെ അതാ കണ്ടുപിടിച്ചേടാ മറന്നുപോയി. നീ ആരാണ് നമുക്ക് ഇങ്ങനെ കണ്ടുമുട്ടി നമ്മളെങ്ങനെ കണ്ടുപിട്ടിയത് എനിക്ക് മറന്നുപോയി. കണ്ടുപിട്ടിയല്ല ചേച്ചിക്ക് മെസ്സേജ് വീഡിയോ അന്ന് ഭയങ്കര ഒരു ഇതായിരുന്നില്ല വീഡിയോ ഒക്കെ തുടക്കത്തിലായിരുന്നു. ആ സമയത്ത് ഞാൻ ചേച്ചിക്ക് ആദ്യം മെസ്സേജ് ചേച്ചി വീഡിയോ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അത് അതൊരു പ്ലസ് പിന്നെ ഭയങ്കര ആൾക്കാർ. ഓ അങ്ങനെയാണ്. അത് പിന്നെ ഫോട്ടോഗ്രാഫറുമാണ് വെഡിങ്ങിന്റെ. അപ്പൊ നമ്മുടെ ഫോട്ടോസ് എടുക്കാനും വരും. അങ്ങനെ എന്താ അതിന്റെ ഇടയ്ക്ക് എടുത്തോണ്ട് പോയാ റാബിറ്റ് നോക്കട്ടെ. എന്താ അടിപൊളി റാബിറ്റ് ആണല്ലോ. അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. ഉമ്മ 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 ഇത് എന്റെ സെലക്ഷനാ കേട്ടാ. എന്റെ സെലക്ഷനാ. അത് ഇവള് വേണ്ടെന്ന് പറഞ്ഞാണ് ഇവള് വേണ്ടെന്ന്. അല്ല അല്ല തട്ടത്തി മറിയത്തെ ഞാൻ പറഞ്ഞോ നിനക്ക് വഴക്കുണ്ടാക്കി കഴിഞ്ഞാ ഓടി ഇവിടെ വരും. ഇവരെ എത്തിട്ട് ഞാൻ സാമിയൊക്കെ പറയും ഞാനൊക്കെ ലൊക്കേഷൻ ആക്കുതാ പറയും. ഇതിന് എന്റെ വീട് എന്താ ഇതിന് എന്റെ വീടായി. ഉമ്മി വേറെ അടിപൊളി പറയുന്നുണ്ട്. അതാ പറഞ്ഞ അല്ല അത് ഫേസിന്റെ എക്സ്പ്രഷൻ കണ്ട് മനസ്സിലായി. ഉണ്ടായി കിട്ടാ അവരെ വളരെ ഇഷ്ടം പറയട്ടെ. എന്നോടാടാ രണ്ടുപേരും അടിപൊളിയായിട്ട്. അവന്റെ കണ്ണൊക്കെ പുറത്ത് കപ്പല് വീണ കണ്ണൊക്കെ തല്ലിയൊന്നാണ്. അടുത്ത നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ഫുഡ്. ഇത് എന്താ കഞ്ഞി? ജീരക കഞ്ഞി കേട്ടോ. അപ്പൊ നമുക്ക് കഴിച്ച് നോക്കാം. അടിപൊളി പയറുകൂട്ടി കഴിച്ച് കഴിച്ചോ. പയറ് നല്ല ടേസ്റ്റ് അല്ലേ? ഞാൻ വിചാരിച്ച മറ്റേ വില നമുക്ക് വീട്ടിലുണ്ടാക്കണം. കണ്ണി ഉണ്ടോ പണ്ട് എലിക്കുട്ടി ഉണ്ടാക്കി തരും. മരുന്ന് കഞ്ഞിന്ന് പറയും. പണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കും. ഇതുപോലെയല്ല അപ്പൊ ഞാന് അതൊക്കെ മറന്നുപോയി. പിന്നെ ഈ ടേസ്റ്റ് വായിൽ കിട്ടിപ്പോയി. നിന്റെ പോലെ കണ്ണു തൊള്ളി വരില്ല. സമയായി ടൈം പെട്ടെന്ന് പോയി അറിയത്തില്ല അല്ലേ?
നല്ല സന്തോഷം, ഒത്തിരി സന്തോഷമായി. നമ്മ കൊറേ ചിരിച്ചാലാമേ, കൊറേ വർത്തനമായി, കൊറേ ചിരിച്ച്. ഇങ്ങനെ പേടിപ്പിക്കുന്ന സർപ്രൈസ് ആക്കി ആ? പേടിപ്പിക്കുന്ന സർപ്രൈസ് ആക്കലെ പറയുന്നുണ്ടോ? പെട്ടെന്ന് വന്നപ്പോ ആ. ശരിക്കും സാഫി പറഞ്ഞില്ല? ഇല്ല അതെ, ഇല്ല പറഞ്ഞു ഇങ്ങനെ ഒന്നല്ലല്ല. ശരി പോട്ടെ. എന്താ ചെയ്ത? എന്താ ലിപ്പായ? ഞാൻ ലിപ്പായി പോയിന്. മകം പോട്ടെ, ബൈ. അമ്മോന് ശരി പോട്ടെ കേട്ടോ. അതൊക്കെ വരാം. അപ്പൊ എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇത് കുണ്ടല്ലൂർ, ഇത് എന്താ സ്ഥലം? നല്ല സ്ഥല അല്ലെ. നമുക്ക് പക്ഷെ വൈകിയായി പോയി. ഉച്ചക്കൊന്നും നമുക്ക് കുറച്ച് ഇവിടെ കാണാൻ നേരത്തെ വന്നെങ്കിൽ കാണായിരുന്നു. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ നേരത്തെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ പോട്ടെ. ഇച്ചിരി വണ്ടി ഇച്ചിരി വണ്ടി ഓപ്പൺ കരച്ചിലൊക്കെ ആവാം, കറക്കണ്ടേ? കരച്ചിൽ അഭിനയിക്കണതാ. ഉമ്മി അസ്സലാമലൈക്കും. സുഖാണോ? എന്താ സന്തോഷായിട്ട് അല്ലെ നമുക്ക്.